So guys, welcome to another video. This is Niron Jose. നമ്മളിപ്പോ അടുത്തൊരു അഡ്വഞ്ചർ പ്ലേസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പൊ തൃശ്ശൂര് പീച്ചിയില് ഓരപ്പാങ്കിട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കാണുന്നത്. നമുക്ക് കാണാം, ഇവിടുന്ന് വ്യൂ നമുക്ക് കാണാം. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇവിടുന്ന് കാണാം, നമ്മുടെ ഈ സൈഡുകളിലൊക്കെ നോക്കിയാൽ കാണാം, ഫുൾ നല്ല ഗ്രീനറി ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അധികം ആർക്കും അറിയില്ല ഈ സ്ഥലത്തെ കുറിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചകത്താണ്, കുറച്ച് ഉള്ള ഏരിയ ആണ് ഇത്. ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രിഡ്ജിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് കാണാം. നമുക്ക് എന്തായാലും കാണാം കൂടുതൽ വീഡിയോയിലേക്ക്. പാലം കടന്നു വരുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇതൊരു ഓഫ് റോഡ് സെക്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കയറ്റം കയറി കഴിഞ്ഞാണ് നമുക്ക് ഇനി പോകേണ്ടത്. ടൗൺ സോണിലാണ്. അപ്പം നമുക്ക് കാണാം, അവിടുന്ന് നമ്മൾ ആ കയറ്റം ഇറങ്ങി താഴ്ത്തെത്തുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വിശാലമായ പാറക്കെട്ടുകൾക്കിടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വരുമ്പോൾ കാണാം ഈ പാറക്കെട്ടുകൾ മുഴുവൻ ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് എടുക്കണം. കാരണം വെച്ചാൽ വെള്ളം വന്ന് ഭയങ്കര സ്മൂത്തായിട്ട് കൈ വെച്ചാൽ പോകും. അപ്പോൾ നമുക്ക് ഗ്രിപ്പുള്ള ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ ഇട്ട് വന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളത്തിലേക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഗ്രിപ്പുള്ള എന്തെങ്കിലും ഷൂസോ ചെരുപ്പിട്ട് വരേണ്ടി വരും. കാരണം ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കുന്നു. ഭയങ്കര ബ്യൂട്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്താണ്. മോഡൽസിനൊക്കെ ആണെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഇതിലൂടെ പോകുന്ന വഴികൾ മുഴുവൻ നമുക്ക് കാണാം. പോകുന്ന വഴി മുഴുവൻ നമുക്ക് പാറപ്പുറത്തോടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ഫീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. കണ്ട ഒരു പസില് പോലെയാണ് നമുക്ക് ഈ പാറകൾ മുഴുവൻ കിടക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ചാടിപ്പോകാനുള്ള രീതിയിലാണിത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ പോലും കണ്ടില്ലേ, കാല് ഇത്രയും സ്ട്രെച്ചായിട്ട് വെച്ച് പോവാണ്. പണി കിട്ടി. ഇതാണ് മുരുക്ക് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കൈ നൈസായിട്ട് പണി കിട്ടി. ഇതിൽ ഒരു കൈ കുത്തിയതാണ്. ഫുള്ള് മുള്ളാണ്. നമുക്ക് ഇവിടെ മുകളിൽ നോക്കുമ്പോൾ കാണാം, ഫുള്ള് മുരുക്ക് മരമാണ്. അമ്മേ നല്ല പണി. അപ്പം നമുക്ക് ചാടി 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 കടക്കാം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന. അപ്പൊ ഇതിന് താഴത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. എടാ ഇതെങ്ങനെ ഇപ്പൊ കിടക്കി ഇതിന്റെ ഉള്ളിൽ നിന്ന്? ആഹാ, പറയുമ്പോ എത്ര എളുപ്പമായിട്ട് കഴിഞ്ഞു. അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, അപ്പുറത്തേക്ക് ചാടുക, ഇപ്പുറത്തേക്ക് ചാടുക. ഇപ്പുറത്തേക്ക് ചാടുന്നതിന്റെ ഇടയിൽ ആ താഴത്തേക്ക് പോകണണ്ട വെള്ളം. അതിനുള്ള ഗ്യാരണ്ടി അവൻ തരുന്നുണ്ടോ? എന്താ ഗ്യാരണ്ടി തരണ്ട? അത്രേ ഉള്ളൂ കേട്ടോ. അതേ കണ്ടില്ലേ, ഇവിടെ നിന്ന് പോയാൽ കയ്യും കാലോ പൊട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് വളരെ സൂക്ഷിച്ച് കിടക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കണ്ടില്ലേ, വേറെ കല്ലിന് വേറെ എക്സ്ട്രാ ചാടി കിടക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. സൂക്ഷിച്ച് കടന്നു പോയാൽ നമുക്ക് തന്നെ കൊള്ളാം. ആടൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചാടിപ്പോന്നത്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരുത്തം നോക്ക്, ഇവിടെ ഒരുത്തം നോക്ക്, കഷ്ടപ്പാട്. ഇതുകൊണ്ടാണ് പറയുന്നത് ആടൊരു ഭീകര ജീവി എന്ന്. കണ്ടില്ലേ, ചാടിപ്പോണ പോക്ക് കണ്ട. കുരങ്ങന്മാര് വരെ ഇങ്ങനെ ചാടിപ്പോയില്ല. നോക്ക്, ദേവൻ എന്റെ പൊന്നോ, ദേ പോണു. കൊള്ളാടാ കുട്ടാ, കൊള്ളാം.
ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് നോക്കിയേ. ഇതിലും നല്ലൊരു ബ്യൂട്ടി. വാ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ സ്ഥലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എനിക്കിവിടെ സജഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം, കമന്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.